ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് QR കോഡുകൾ. കോവിഡ് മഹാമാരിക്ക് ശേഷം പേയ്മെന്റ് ആപ്പുകളിലും കടകളിലും ബിൽ ബോർഡുകൾ പോലെ അങ്ങനെ എല്ലായിടത്തും QR കോഡുകൾ പ്രത്യക്ഷപ്പെട്ടു. അവ നമ്മളുടെ ഡിജിറ്റൽ ലൈഫിൽ തന്നെ ഒരു സിഗ്നേച്ചറായി മാറിയിരിക്കുന്നു, പ്രത്യേകിച്ച് ഇന്ത്യയിൽ. എന്നാൽ ഈ പിക്സലേറ്റഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്വയർ എവിടെ നിന്നാണ് വരുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കഥ ജപ്പാനിൽ നിന്നാണ് ആരംഭിക്കുന്നത്. 1994 ടൊയോട്ട കാർ പാർട്സ് അനുബന്ധ സ്ഥാപനമായ ഡെൻസോ വേവിൽ ജോലി ചെയ്തിരുന്ന മസാഹിരോ ഹാരയ്ക്കാണ് QR കോഡ് സൃഷ്ടിക്കാനുള്ള ആശയം ലഭിച്ചത്. ഓട്ടോമൊബൈൽ നിർമ്മാണത്തിലെ ഒരു പ്രമുഖനായ ഹാര ഏൻഷ്യൻ സ്ട്രാറ്റജി ഗെയിം ഗോ അറ്റ് വർക്ക് കളിക്കുന്നതിനിടെയാണ് ബോർഡിലെ കറുപ്പും വെളുപ്പും നിറത്തിലുള്ള കല്ലുകളുടെ ക്രമീകരണം ശ്രദ്ധിച്ചത്. ഒരു ഗ്രിഡിൽ കറുപ്പും വെളുപ്പും കുത്തുകൾ സ്ഥാപിക്കുക എന്ന ആശയമാണ് QR കോഡിന് പിന്നിലെ ആശയം ജനിപ്പിച്ചത്, അതായത് ക്വിക്ക് റെസ്പോൺസ് കോഡ്. 1990കളുടെ തുടക്കത്തിൽ ബാർകോഡ് സ്കാനിംഗ് ആയിരുന്നു ട്രെൻഡിങ്. ജപ്പാനിലും ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിലും ഇത് ഇതിനകം തന്നെ ഉപയോഗിച്ചിരുന്നു. 1949 ജോസഫ് വുഡ്ലാൻഡും ബെർണാഡ് സിൽവറും ചേർന്നാണ് ബാർകോഡ് സാങ്കേതികവിദ്യ ആദ്യമായി പേറ്റന്റ് ചെയ്യുന്നത്. സംഖ്യകളെ പ്രതിനിധീകരിക്കുന്നതിന് പെയർസ് ഓഫ് ലൈൻസ് ഉപയോഗിക്കുന്നതിന്റെ അടിസ്ഥാന ഘടനയെ അവരുടെ പേറ്റന്റ് വിവരിച്ചു. ഇന്നും ഈ രീതി ഉപയോഗിക്കുന്നു. രസകരമെന്ന് പറയട്ടെ, ആദ്യത്തെ ബാർകോഡിൽ വെർട്ടിക്കൽ ലൈൻസ് ഉൾപ്പെടുത്തിയിരുന്നില്ല. പകരം അത് കോൺസെൻട്രിക് സർക്കിൾസിന്റെ ഒരു പരമ്പര തന്നെ ആണ് ഉപയോഗിച്ചിരുന്നത്. വുഡ്ലാൻഡും സിൽവറും തുടക്കത്തിൽ കമ്പനികൾക്ക് അവരുടെ കണ്ടുപിടുത്തങ്ങളിൽ താല്പര്യം ഉണ്ടാക്കാൻ ഏറെ പാടുപെട്ടു. എന്നാൽ 1960കളിൽ എഞ്ചിനീയറും ഭൗതിക ശാസ്ത്രജ്ഞനുമായ തിയോഡർ എച്ച് മൈമാൻ ആദ്യത്തെ വർക്കിംഗ് ലേസർ നിർമ്മിച്ചതോടെ സ്ഥിതി മാറി. ഇത് ഒരു ബാർകോഡിന്റെ ലൈൻ പാറ്റേണുകൾ വേഗത്തിൽ ഡീകോഡ് ചെയ്യാൻ സാധ്യമാക്കി. ചില വ്യവസായികൾ ആദ്യത്തെ ഔദ്യോഗിക ബാർകോഡുകൾ ഉടൻ സ്വീകരിക്കാൻ തുടങ്ങി. എന്നിരുന്നാലും ഒരു പ്രധാന പ്രശ്നം ഉയർന്നു വന്നു. US-ലെ വ്യത്യസ്ത സ്റ്റോറുകളിൽ വ്യത്യസ്ത തരം ബാർകോഡ് ചിഹ്നങ്ങൾ ഉപയോഗിച്ച് ബാർകോഡ് പൈലറ്റ് പ്രോജക്റ്റുകൾ ആരംഭിച്ചു. 1960കളുടെ അവസാനത്തോടെ US-ൽ ഉടനീളമുള്ള പലചരക്ക് കടകളിൽ വർദ്ധിച്ചു വരുന്ന ലേബർ കോസ്റ്റ്, ഇൻവെന്ററി ട്രാക്ക് ചെയ്യുന്നതിലെ ബുദ്ധിമുട്ടുകൾ തുടങ്ങിയ വെല്ലുവിളികൾ നേരിടാൻ തുടങ്ങി. പ്രോസസ് ഓട്ടോമേറ്റ് ചെയ്യുന്നതിനുള്ള ഏറ്റവും അനുയോജ്യമായ പരിഹാരമായി ബാർകോഡുകൾ കണ്ടു. എന്നാൽ വ്യവസായത്തിലെ എല്ലാവരും ഒരേ ചിഹ്നം ഉപയോഗിക്കാൻ സമ്മതിച്ചാൽ മാത്രം. ഇത് പരിഹരിക്കുന്നതിനായി 1970കളുടെ തുടക്കത്തിൽ വ്യവസായം ഒരു പ്രവർത്തനക്ഷമമായ ബാർകോഡ് സംവിധാനം വികസിപ്പിക്കുന്നതിനായി ഒരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചു. വ്യത്യസ്ത തരം ബാർകോഡ് ചിഹ്നങ്ങളുമായി പൊരുത്തപ്പെടുന്ന തരത്തിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള യൂണിവേഴ്സൽ പ്രൊഡക്റ്റ് കോഡ് അഥവാ UPC ഈ കമ്മിറ്റി സൃഷ്ടിച്ചു. ഇതൊക്കെയാണ് നമ്മളുടെ ദിവസേന കണ്ടുമുട്ടുന്ന കറുപ്പും വെളുപ്പുമുള്ള സ്ക്വയർ ബോക്സിന്റെ അത്ഭുതകരമായ ചരിത്രം. ഇതുപോലെയുള്ള ടെക്നോളജി സ്റ്റോറീസിന് ഇൻട്രിയുടെ കോഡിംഗ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.